ഗുഡ് മോർണിംഗ്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ADBMS സ്റ്റാർട്ട് ചെയ്യാണ്. ADBMS എന്നല്ല, ശരിക്കും ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ടോപ്പിക് ഇൻ ഡാറ്റാബേസ് ഡിസൈൻ. ഡാറ്റാബേസ് ഡിസൈനിങ്ങിൽ വരുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് അതാണ് നമുക്ക് ഈ സിലബസിൽ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ഓൾറെഡി ഡിഗ്രിക്ക് ഒരു DBMS പഠിച്ചിട്ടുണ്ട്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, SQL ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ അഡ്വാൻസ്ഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ല പഠിക്കാനുള്ളത്, ഡാറ്റാബേസ് ഡിസൈൻ എന്ന് പറഞ്ഞൊരൊറ്റ കാര്യത്തിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്നത്തെ ഫീൽഡിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് എക്സ്റ്റെൻഡഡ് ER മോഡലാണ്. അപ്പോൾ എന്താണ് ER മോഡൽ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? ER മോഡൽ എന്താണെന്നുള്ളൊരു റിവിഷൻ പോലെ ജസ്റ്റ് പറഞ്ഞു. അതല്ല നമ്മളുടെ ഇപ്പോഴത്തെ വിഷയം. ER മോഡലിനേക്കാൾ കൂടുതൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻഡഡ് ER മോഡലാണ് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ER മോഡലാണ്. അപ്പോൾ ഈ എൻഹാൻസ്ഡ് ER മോഡൽ ആവാൻ എന്തൊക്കെയായിരുന്നു? ആദ്യം നമുക്ക് മോഡൽ എന്താണെന്ന് നോക്കാം. ഇതൊക്കെ മോഡലാണല്ലോ. അപ്പോൾ ഈ മോഡൽ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം മോഡലിംഗ് എന്താ? മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാതൃക അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് കമ്പ്യൂട്ടറുമായിട്ടാണ് അല്ലേ? കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ മോഡലിംഗ് എവിടെയാണ് ഇപ്പം നമ്മൾ പറയുന്ന മോഡലിംഗ് എവിടെയാണ്? ഡാറ്റാബേസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അല്ലേ? ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡലിംഗ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു മാതൃക വേണം. മാതൃക എന്ന് പറഞ്ഞാൽ എന്താണ് ആ സോഫ്റ്റ്വെയർ എന്ന് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപത്തിലേക്ക് അതിനെ ആക്കാം. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചതാണ് ഈ ER മോഡൽ, UML ഡയഗ്രാം, ക്ലാസ് ഡയഗ്രാം, പിന്നെ എന്തൊക്കെയായിരുന്നു അൽഗോരിതം. ഇതെല്ലാം നമ്മൾ മോഡലിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡാറ്റ മോഡലിംഗ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചത് സോഫ്റ്റ്വെയറിൻ്റെ മോഡലിങ്ങിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഡാറ്റ മോഡലിംഗ് എന്താണെന്ന് നോക്കാം. ഒരു ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല പണിയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ചെറിയ ഡാറ്റാബേസ് ആപ്ലിക്കേഷനെ കുറിച്ചല്ല പറയുന്നത്, റിയൽ വേൾഡിലുള്ള ലാർജർ ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം മെയിനായിട്ട് അതിൽ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഡാറ്റാബേസിൻ്റെ സ്കീമ ഡിസൈൻ ചെയ്യണം. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ദ ഡാറ്റ ഈസ് ടു ബി സ്റ്റോർഡ്. ഒരു ഡാറ്റ ഏത് രൂപത്തിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് എന്ത് പറയുന്നത്? സ്കീമ. അതൊക്കെ എന്താ നിങ്ങൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ആ ഡാറ്റാബേസ് സ്കീമ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡാറ്റാബേസ് സ്കീമയിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഡാറ്റേനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ്, പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അതിനുള്ള പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത്? നെക്സ്റ്റ് ഫേസ്. അതും കഴിഞ്ഞ് അടുത്ത ഫേസാണ് എന്ത്? സെക്യൂരിറ്റി ഡിസൈൻ ചെയ്യുക. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാബേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസർ ആക്സസ്. ഏതൊക്കെ യൂസേഴ്സ്, ആർക്കൊക്കെ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാനും അതിലെ ഡാറ്റാസ് എടുക്കാനും മാനേജ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും, അത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഡിസൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആരാണോ ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന ആൾ, അയാൾ നേരെ യൂസറിൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് എന്തൊക്കെ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ആർക്കൊക്കെ അത് യൂസ് ചെയ്യേണ്ടത്, ജസ്റ്റ് അത് ചോദിച്ച് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെച്ച് ഒരു സോഫ്റ്റ്വെയർ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇന്നത്തെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിൽ അത് പോസിബിൾ അല്ല. കാരണം ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാടുണ്ടാവും. ചിലപ്പോൾ ഒരു കമ്പനിയുടെ അഡ്മിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം അതേ ഡാറ്റ ആരും യൂസ് ചെയ്യണം? എംപ്ലോയിക്കും യൂസ് ചെയ്യാൻ പറ്റണം. അതേ ഡാറ്റ പബ്ലിക്കിനും യൂസ് ചെയ്യാൻ പറ്റണം. ഡാറ്റ എന്ന് പറഞ്ഞാലോ, ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടു, ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആവശ്യം എന്താണ്? ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, റിസ്ക് റെഡ്യൂസ് ചെയ്യുക, എഫക്റ്റീവ്നെസ് കൂട്ടുക. ഇതൊക്കെയാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഉദ്ദേശം, അവരുടെ ആവശ്യം. അപ്പോൾ അവർ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആപ്ലിക്കേഷൻസ് എന്തിൽ ചെയ്യണം? ഡാറ്റാബേസിൽ ചെയ്യണം എന്നാണ് അവർ പറയുക. അതേപോലെ തന്നെ ഡാറ്റ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഇൻ്റഗ്രേഷൻ, ഡാറ്റ ഇൻ്റഗ്രേഷൻ ചെക്ക് ചെയ്യുക, റിഡൻഡൻസി കുറയ്ക്കുക, പിന്നെ സിസ്റ്റമായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഡാറ്റ സേവ് ചെയ്യുക, ഇൻ്റർഫേസ് ഏറ്റവും സിമ്പിളും ഏറ്റവും എഫക്റ്റീവും ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതൊക്കെയാണ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്തുണ്ടാവുക, ഡാറ്റാബേസ്, ഏറ്റവും അണ്ടർലൈങ് ഫീൽഡായിട്ടുള്ള ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിൽ കുറേ റിയൽ വേൾഡ് അപ്ലിക്കേഷൻസ് ഒക്കെ ആകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി എഴുതി എടുത്ത് ലിസ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഡാറ്റേനെ അല്ലെങ്കിൽ എന്താണോ യൂസറിൻ്റെ നീഡ്, ആ യൂസർ നീഡിനെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ റെപ്രസെൻ്റ് ചെയ്യും. ഈ റെപ്രസെൻ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ മോഡലിംഗ് നമ്മളുടെ ഡിസൈനർ ഇൻഫർമേഷൻ അബൌട്ട് ദ യൂസർ റിക്വയർമെൻറ്റ്സ്, യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യണു, ഡിസൈനർക്ക് പ്രൊവൈഡ് ചെയ്യണു. അപ്പോൾ ഡിസൈനർ അതിനനുസരിച്ചിട്ട് ഡാറ്റ പ്രോസസ്സിങ് ചെയ്യണു. ഇതിൻ്റെ എക്സാമ്പിൾസാണ് ഡയഗ്രം, UML ഡയഗ്രം ഒക്കെ. ഇനി നമുക്ക് ഡാറ്റ മോഡലിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഡാറ്റ മോഡലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ മോഡൽ ഫോർ ദ ഡാറ്റ ടു ബി സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡാറ്റയെ കുറിച്ചിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക. ആ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഡാറ്റ മോഡലിംഗ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റ് മോഡലിംഗ് ആണ്. അപ്പോൾ ഈ ഡാറ്റ മോഡലിങ്ങിൽ വരുന്നതാണ് എന്ത്, ഒബ്ജക്റ്റ് മോഡലിംഗ്. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഡാറ്റ മോഡൽ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണ ആപ്ലിക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോഡലിംഗ് ഓക്കെയാണ്. ഇനി സപ്പോസ് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ചെറിയ ആപ്ലിക്കേഷൻസിനൊക്കെ ഓൾറെഡി എന്ത് ചെയ്തു കഴിഞ്ഞു, മോഡലൊക്കെ ഉണ്ടാക്കിയാൽ സിമ്പിളായിട്ടുള്ള രീതിയിൽ അതിനെ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇപ്പം നമുക്ക് പുതിയ എമേർജിങ് ടെക്നോളജിയാണ് വരുന്നത്. എന്താണ്, ന്യൂ ആപ്ലിക്കേഷൻസ് ആണ്. എന്തൊക്കെയാണ്, CAD, CAM, ടെലികമ്മ്യൂണിക്കേഷൻ, GIS, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, അങ്ങനെയുള്ള കുറേ പുതിയ ടെക്നോളജീസ് വരികയാണ്. എൻജിനീയറിംഗ് ഫീൽഡിലൊക്കെ ഡിസൈനിങ് ഒരുപാട് വളർന്നു വരികയാണ്. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്, അവിടെ സാധാരണ ഇപ്പോൾ ഇൻറ്റീജർ ഡാറ്റ അല്ലെങ്കിൽ ക്യാരക്ടർ ഡാറ്റ അങ്ങനെയല്ല അവർ ഡാറ്റ സ്റ്റോർ ചെയ്യണം. കോംപ്ലക്സ് ഡാറ്റ ടൈപ്പാണ് സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായോ? കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കോംപ്ലക്സ് ഡാറ്റ ടൈപ്പാണ്. അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സും അവിടെ എന്താണ്, കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സാധാരണ ട്രഡീഷണൽ ബേസിക് മോഡലിങ്ങോ ഫ്ലോ ചാർട്ടോ അൽഗോരിതമോ വെച്ചിട്ട് നമുക്ക് എന്ത് ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യും, പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കും. അങ്ങനെ എടുത്ത ഒരു കാര്യമാണ് എന്ത്, സെമാൻറ്റിക് ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്നത്. സെമാൻറ്റിക് ഡാറ്റ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പുതിയൊരു ടെക്നോളജിയാണ്. അത് എന്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്, ട്രഡീഷണൽ മോഡലിങ്ങിലേക്ക് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ഡാറ്റ മോഡലിങ്ങിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് നമ്മൾ പഠിച്ച ERഉം EERഉം. ERൽ നമ്മൾ കുറേ കോൺസെപ്റ്റ്സ് പഠിച്ചു. ആട്രിബ്യൂട്ട്സ് എന്താണ്, എന്താ പറയുക, എൻറ്റിറ്റി എന്താണ്, റിലേഷൻഷിപ്പ് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡഡ് ERലേക്ക് വന്നപ്പോൾ നമ്മൾ അവിടെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സാണ് പഠിച്ചത് അല്ലേ. സ്പെഷ്യലൈസേഷൻ, ജനറലൈസേഷൻ, അതൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സാണ് അല്ലേ. അപ്പോൾ അതൊക്കെ പുതിയ ടോപ്പിക്സ് എന്തിലേക്ക് വന്നു, മോഡലിങ്ങിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതാണ്. അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്ത്, സെമാൻറ്റിക് ഡാറ്റ മോഡലിങ്ങിൻ്റെ കുറച്ച് കോൺസെപ്റ്റ്സ് കൊണ്ടുവന്നിട്ട് അത് ട്രഡീഷണൽ അല്ലെങ്കിൽ കോൺസെപ്ച്വൽ മോഡലിങ്ങിലേക്ക്, ഡാറ്റ മോഡലിങ്ങിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നത്. ഇനി കമ്പ്യൂട്ടർ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസാണ് കേട്ടോ സെമാൻറ്റിക് ഡാറ്റ മോഡലിങ്ങിൻ്റെ രണ്ട് എക്സാമ്പിൾസാണ് നോളജ് റെപ്രസെൻറ്റേഷനും ഒബ്ജക്റ്റ് മോഡലിങ്ങും. നോളജ് റെപ്രസെൻറ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ്. ഒബ്ജക്റ്റ് മോഡലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലാണ്. ഇനി അതുപോലൊരു എക്സാമ്പിൾ തന്നെയാണ് എക്സ്റ്റെൻഡഡ് മോഡലും. ഓക്കെ, ഇനി എക്സ്റ്റെൻഡഡ് മോഡലിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത്, നെക്സ്റ്റ് പറയാൻ പോകുന്നത് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ്. നമ്മുടെ സിലബസിലത്തെ അടുത്ത ടോപ്പിക്കാണ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ്. എന്താണ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ്, എന്തുകൊണ്ടാണ് നമ്മൾ കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് എടുക്കാൻ കാരണം, ഇന്നത്തെ കാലത്ത് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാനുള്ള കാരണം, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇത്ര നാളും കണ്ടുവന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസിലൊക്കെ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരുന്നത്,
എന്തൊക്കെയായിരുന്നു ഡാറ്റ ടൈപ്സ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയായിരുന്നു? ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡെസിമൽ. ഏറി കവിഞ്ഞാൽ മാക്സിമം പോകുന്നതാണ് സ്ട്രിങ് അല്ലേ? ഇതിനപ്പുറം നമ്മൾ സിമ്പിൾ ആപ്ലിക്കേഷനിലെ ഡാറ്റേനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യണം, അതൊരു വേർക്കാറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആ അഡ്രസ്സിലത്തെ ഓരോ ഫീൽഡിനെയും ഒറ്റയ്ക്ക് കോളംസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കോളംസ് ക്രിയേറ്റ് ചെയ്യുമ്പം സിറ്റി നെയിം, ഒരുപാട് പേർക്ക് സിറ്റി നെയിം സെയിം ആയിട്ട് വന്നൂടെ? അപ്പോൾ അവിടെ എന്ത് വന്നു? റിഡൻഡൻസി വന്നു അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് വരും. പിന്നെ ആറ്റമിക് വാല്യൂസ് മാത്രമേ എന്തിനു പറ്റൂ? നമ്മളുടെ സാധാരണ ഡാറ്റ ടൈപ്പിന്, സിമ്പിൾ ഡാറ്റ ടൈപ്പിൽ പറ്റുള്ളൂ. ആറ്റമിക് വാല്യൂസ് മാത്രമേ, ഇൻഡിവിസിബിൾ ആയിട്ടുള്ള വാല്യൂസേ ചെയ്യാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഫസ്റ്റ് നോർമൽ ഫോം വയലേറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് 2 റിലേഷനാക്കി, ഓർമ്മ ഉണ്ടോ? ചെയ്തതൊക്കെ ഓർമ്മ ഉണ്ടോ? 2 റിലേഷനാക്കി 2 ടേബിളാക്കി സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് വന്നത്. അപ്പോൾ നോക്കൂ, ട്രഡീഷണൽ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് ഹാഡ് കോൺസെപ്ച്വലി സിമ്പിൾ ഡാറ്റ ടൈപ്സ്. റിലേറ്റീവ്ലി കുറച്ച് ഡാറ്റ ടൈപ്പുകൾ മാത്രമേ എന്ത് ഹോൾഡ് ചെയ്യുന്നതുള്ളൂ? ഫസ്റ്റ് നോർമൽ ഫോം ഹോൾഡ് ചെയ്യുന്നതുള്ളൂ. കോംപ്ലക്സ് ഡാറ്റ ടൈപ്സ് ഹാവ് ഗ്രോൺ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രസൻറ്റ് ഇയേഴ്സ്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്, അഡ്രസ്സസ് ക്യാൻ ബി വ്യൂഡ് ആസ് എ സിംഗിൾ സ്ട്രിങ്. ഒന്നുകിൽ അതിനെ ഒരു സിംഗിൾ സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഓർ സെപ്പറേറ്റ് ആട്രിബ്യൂട്ട്സ് ഫോർ ഈച്ച് പാർട്ട്. ഓരോ പാർട്ടും സെപ്പറേറ്റ് ആട്രിബ്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യാം, ഓർ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ എന്തില്ല? ഫസ്റ്റ് നോർമൽ ഫോം ഹോൾഡ് ചെയ്യില്ല. ഇനി മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടായിട്ടാണ് സ്റ്റോർ ചെയ്യണതെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്ത് വേണ്ട? സെപ്പറേറ്റ് റിലേഷൻ ആവശ്യമില്ല. ഇനി ഈ കോംപ്ലക്സ് ഡാറ്റ ടൈപ്പിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് നമ്മൾ ഈ കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് പോയിന്റ് എഴുതാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, CAD നമ്മൾ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിൽ, കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കേസ്, പിന്നെ മൾട്ടിമീഡിയ ആൻഡ് ഇമേജ് ഡാറ്റാബേസസിൽ, പിന്നെ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ഡാറ്റാബേസസ്, ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. എന്താണ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് എന്ന് നോക്കാം. കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് ഈസ് എ ഡാറ്റ ടൈപ്പ് മെയ്ഡ് ഓഫ് എ കോംപ്ലക്സ് ഓഫ് സ്മോളർ പീസസ്. അപ്പോൾ സപ്പോസ് എന്താണ്? അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡ്, ആ ഫീൽഡിനെ നമുക്ക് ഒരു സ്ട്രക്ചറാക്കി എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പ് പുതിയത് നമ്മൾ ഉണ്ടാക്കി. ആ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പിൽ എന്തൊക്കെ ഉണ്ട്? ഹൗസ് നെയിം, സ്ട്രീറ്റ്, സിറ്റി, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്. സപ്പോസ് ഈ 5 കാര്യങ്ങളാണ് അഡ്രസ്സിലുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 5 എണ്ണത്തിനെയും സെപ്പറേറ്റ് ഐറ്റംസ് ആയിട്ട് എന്ത് ചെയ്തു? സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അത് ആറ്റമിക് ആക്കാം, ഫസ്റ്റ് നോർമൽ ഫോം ഹോൾഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു ടൈപ്പ് ഓഫ് യൂസേജ് ആണ് എന്തിൽ വരുന്നത്? കോംപ്ലക്സ് ഡാറ്റ ടൈപ്പിൽ വരുന്നത്. നോക്കൂ, 4 ടൈപ്പ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് ആണുള്ളത്, 4 എണ്ണം: അറേ, മാപ്പ്, സ്ട്രക്ട്, യൂണിയൻ. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ ആദ്യം നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്തു, ഫോൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു, നമ്പർ അറേ ക്രിയേറ്റ് ചെയ്തു. ആ നമ്പർ അറേ എന്തിലേക്ക് നമ്മൾ കൊടുത്തു? കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് കൊടുത്തു. ആ കസ്റ്റമർ എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ എന്തൊക്കെ ഉണ്ട്? നെയിം ഉണ്ട്, ID ഉണ്ട്, പിന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡാറ്റ ടൈപ്പും ഉണ്ട്, ഫോൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പും ഉണ്ട്. എന്നിട്ട് ആ സ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനെ നമ്മൾ എന്തിലേക്ക് കൊടുത്തു? അല്ലെങ്കിൽ ആ ഡാറ്റ ടൈപ്പിനെ നമ്മൾ എന്തിലേക്ക് കൊടുത്തു? വെബ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ആട്രിബ്യൂട്ടിലേക്ക് കൊടുക്കുകയാണ്. കണ്ടോ? കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ഈ വെബ് ഈവൻറ്റ്സിലേക്ക് യൂസ് ചെയ്തു. അപ്പോൾ അവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സ്ട്രക്ചർ, ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ട്രക്ചർ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു? HTTP റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാപ്പാണ്. അപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ എവിടേക്ക് പോകണം, ഏതെങ്കിലും ഒരു കീവേഡ് കൊടുത്താൽ അത് എവിടേക്ക് പാസ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കണം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഫങ്ഷൻസ്. അപ്പോൾ അവിടെ ഒരു കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളും ഡിക്ലെയർ ചെയ്തു.
അപ്പോൾ ഏത് കീ വന്നാൽ ഏത് വാല്യൂവിലേക്ക് അല്ലെങ്കിൽ ഏത് ലിങ്കിലേക്ക് പോകണം എന്നുള്ളത് അവിടെ കൊടുത്തു. ആ HTTP റിക്വസ്റ്റ് നമ്മളിങ്ങോട്ട് സപ്ലൈ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊള്ളുന്നതാണ് വെബ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പ്. ഓക്കെ, അതൊരു സ്ട്രക്ചർ വേരിയബിളായിട്ട് യൂസ് ചെയ്തു. കിട്ടിയല്ലോ. ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്. ഇവിടെ ശരിക്കും യൂസർ ഡിഫൈൻഡ് എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്താണ് എന്ന് മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ. അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു റേഞ്ച് ഓഫ് ഡാറ്റ വാല്യൂസും ഫങ്ഷൻസും എൻകാപ്സുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന ഡാറ്റ ടൈപ്പാണ്. അതെന്താണ്? യൂസർ ഡിഫൈൻഡ് ആണ്. എന്തായാലും യൂസർ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പാണ് എന്ത്? അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് അല്ലേ? നമ്മൾ ഫങ്ഷൻസ്, അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിലെങ്ങനെയാണ് ചെയ്യുന്നത്? ഡാറ്റയും മെത്തേഡ്സും എൻകാപ്സുലേറ്റ് ചെയ്തെടുക്കുകയാണ് അല്ലേ? അതേപോലെ an abstract data type is a user defined data type which encapsulates a range of data values and functions. കുറേ ഡാറ്റാസും കുറേ ഫങ്ഷൻസും എൻകാപ്സുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന യൂസർ ഡിഫൈൻഡ് ടൈപ്പാണ് എന്ത്? അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്. ആ ഫങ്ഷൻസ് ഒന്നുകിൽ അവിടെ തന്നെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസിൽ നമുക്ക് പിന്നീട് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഈ ഒബ്ജക്റ്റ് ഡാറ്റാബേസിൽ എങ്ങനെയാണ് ഇത് വരുന്നത്? ഒബ്ജക്റ്റ് ഡാറ്റാബേസിൽ അല്ലെങ്കിൽ ORDBMSൽ നമുക്ക് യൂസേഴ്സിന് പുതിയ ഡാറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. യൂസേഴ്സിന് പുതിയ ഡാറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ഒബ്ജക്റ്റ് മോഡലിങ്ങിൻ്റെ മെയിനായിട്ടുള്ളൊരു കീ ഫീച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലെന്തും ചെയ്യണം? യു ഹാവ് ടു ഡിഫൈൻ ദ ഫങ്ഷൻസ് ഓർ ഓപ്പറേഷൻസ്. ആ പുതിയൊരു ഡാറ്റ ടൈപ്പിൽ എന്തൊക്കെ ഫങ്ഷൻ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഓപ്പറേഷൻസ് ആ ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ ഇൻറ്റ് ആണെങ്കിൽ ഇൻറ്റീജർ വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പോൾ കെയർ ആണെങ്കിലോ അപ്പൻഡ്, അതുപോലെ റിവേഴ്സ്, അതൊക്കെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ്. അതേപോലെ നമ്മളൊരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേതൊക്കെ ഫങ്ഷൻസ് വരും അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ യൂസർ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യണം. ഇനി അങ്ങനെ യൂസർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പും അങ്ങനെ യൂസർ ഡിഫൈൻ ചെയ്ത ഡാറ്റ ടൈപ്പും അതിൽ വരുന്ന അല്ലെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസും അല്ലെങ്കിൽ ഫങ്ഷൻസും രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുക? അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. മനസ്സിലായല്ലോ എന്താണ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന്? മനസ്സിലായല്ലോ. യൂസർ ഒരു ഡാറ്റ ടൈപ്പ് പറയുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പിൽ യൂസർ തന്നെ കുറേ ഓപ്പറേഷൻസ്, അതിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു, ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് രണ്ടും കൂടിയിട്ട് ഉള്ള കോമ്പിനേഷനാണ് എന്ത്? അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്, ADT. ADT ഈക്വൽ ടു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് പ്ലസ് ഓപ്പറേഷൻസ് ഡിഫൈൻഡ് ഓൺ ദ ടൈപ്പ്. ഓക്കെ, കിട്ടിയല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ടൈപ്പാണ് അടുത്ത ടോപ്പിക്ക്. സ്ട്രക്ചേർഡ് ടൈപ്പും എന്ത് തന്നെയാണ്? ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് തന്നെയാണ്. അവിടുത്തെ പ്രത്യേകത ദ ഡാറ്റ ടൈപ്പ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അതിലെന്തല്ല? ആറ്റമിക് അല്ല, റാദർ ദേ ആർ ഡിവിസിബിൾ. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, സിംഗിൾ യൂണിറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒന്നിച്ചും, എങ്ങനെ വേണമെങ്കിൽ. അതായത് അതിൻ്റെ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട്, ഇപ്പോൾ എക്സാമ്പിൾ ഈ ഫിഗറിൽ നോക്കൂ, പബ്ലിഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതിൻ്റെ രണ്ട് കണ്ടൻസ് ആണ് എന്ത്? നെയിമും ബ്രാഞ്ചും. ഇവിടുത്തെ പ്രത്യേകത, സ്ട്രക്ചർഡ് ടൈപ്പിൻ്റെ പ്രത്യേകത, നമുക്ക് പബ്ലിഷർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് സിംഗിൾ യൂണിറ്റ് ആയിട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞിട്ടും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നെയിം എന്ന് പറഞ്ഞിട്ടും യൂസ് ചെയ്യാം, ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം എ സ്ട്രക്ചേർഡ് ഡാറ്റ ടൈപ്പ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് വിത്ത് എലമെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ആറ്റമിക്, rather they are divisible. ആറ്റമിക് അല്ല, ഡിവിസിബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഐദർ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ഓർ ആസ് എ സിംഗിൾ യൂണിറ്റ്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് യൂസർ ഡിഫൈൻഡ് ഒബ്ജക്റ്റ് ദറ്റ് കണ്ടെയ്ൻസ് എ സീക്വൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഈച്ച് ഓഫ് വിച്ച് ഹാസ് എ ഡാറ്റ ടൈപ്പ്. അതായത് ഒരു
സീക്വൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് അതിലുള്ളത്. സപ്പോസ് നെക്സ്റ്റ് നോക്കൂ, ക്രിയേറ്റ് ടൈപ്പ് ബുക്ക്. കണ്ടോ, ബുക്ക് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പ്, ഒരു സ്ട്രക്ചേർഡ് ടൈപ്പാണ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ടാണ് ടൈറ്റിൽ, ഓതർ അറേ, പബ്ലിഷ് ഡേറ്റ്, പബ്ലിഷർ, കീവേഡ് സെറ്റ്. ഇത്രയും കാര്യങ്ങൾ അതിലെന്താണ്, ആട്രിബ്യൂട്ടാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഈച്ച് ഓഫ് വിച്ച് ഹാസ് എ ഡാറ്റ ടൈപ്പ്. അതിൽ ഓരോന്നിനും എന്തുണ്ട്, ഡാറ്റ ടൈപ്പ് ഉണ്ട്. നോക്കൂ, പബ്ലിഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, പബ്ലിഷിംഗ് ഡേറ്റ്, കീവേഡ് സെറ്റ്, കണ്ടോ, ഓതർ അറേ, എല്ലാറ്റിനും എന്തുണ്ട്, ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് വാർക്കർ ആണ്. അങ്ങനെ എല്ലാറ്റിനും സെപ്പറേറ്റ് ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതിൻ്റെ സീക്വൻസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ത്, സ്ട്രക്ചേർഡ് ടൈപ്പ്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറയുന്നത് നോക്കൂ, ഇപ്പം അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതിൽ സിറ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദി ആട്രിബ്യൂട്ടാണ് അല്ലേ. ആ സ്ട്രക്ചേർഡ് ടൈപ്പിൻ്റെ ആട്രിബ്യൂട്ടാണ് എന്ത്, സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രസ്സും നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് ഓരോരോ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ് പറയുന്നത് കേട്ടോ, യൂസർ ഡിഫൈൻഡ് ടൈപ്പാണ് പറയുന്നത് കേട്ടോ. ഇനി എ സ്ട്രക്ചേർഡ് ടൈപ്പ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൈപ്പ് ഫോർ എ കോളം. ഒരു സാധാരണ ഒരു ടേബിളിൻ്റെ കോളം, ഇപ്പോൾ ബുക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ടേബിളിൻ്റെ ലൈബ്രറി അല്ലെങ്കിൽ ലൈബ്രറി അറ്റൻഡൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ടൈപ്പ് ഫോർ എ കോളം ഇൻ എ റെഗുലർ ടേബിൾ, സാധാരണ ഒരു ടേബിളിൻ്റെ കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ടൈപ്പ് ഫോർ എൻ എൻറ്റയർ ടേബിൾ, ഒരു ബുക്ക് എന്ന് പറഞ്ഞൊരു ടേബിൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഓർ ആസ് എൻ ആട്രിബ്യൂട്ട് ഓഫ് അനദർ സ്ട്രക്ചേർഡ് ടൈപ്പ്. എന്ത്, വേറൊരു സ്ട്രക്ചേർഡ് ടൈപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ആയിട്ടും എന്ത് യൂസ് ചെയ്യാം, ബുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഈ സ്ട്രക്ചേർഡ് ടൈപ്പ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായാലോ. 3 ടൈപ്പിൽ യൂസ് ചെയ്യാം. നമുക്കൊരു റിലേഷൻ്റെ, ഒരു സിമ്പിൾ ടേബിളിൻ്റെ കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ വേറൊരു സ്ട്രക്ചേർഡ് ടൈപ്പിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു എൻറ്റയർ ടേബിളിൻ്റെ പേരായിട്ടും ഉപയോഗിക്കാം. പേരെന്ന് പറഞ്ഞാൽ ബുക്ക് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ടാക്കിയാൽ ആ ബുക്ക് എന്ന് പറഞ്ഞ ടേബിളിൽ ടൈറ്റിൽ, ഓതർ അറേ, പബ്ലിഷർ ഡേറ്റ്, പബ്ലിഷർ, കീവേഡ് സെറ്റ്, ഇത്രയും ആട്രിബ്യൂട്ട്സ്, ഇത്രയും ഫീൽഡ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ 3 ടൈപ്പിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ടേബിളിൻ്റെ ടൈപ്പായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടേബിളിനെ പറയുന്ന പേരാണ് ടൈപ്പ്ഡ് ടേബിൾ എന്ന്. ഓക്കെ, ഒരു ടേബിളിൻ്റെ ടൈപ്പിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ടേബിളിനെ പറയുന്ന പേരാണ് ടൈപ്പ്ഡ് ടേബിൾ എന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ കവർ ചെയ്തു, എന്താണ് ഡാറ്റ മോഡലിംഗ് എന്ന് പഠിച്ചു, എന്താണ് ഒബ്ജക്റ്റ് മോഡലിംഗ് എന്ന് പഠിച്ചു, പിന്നെ കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചു. പിന്നെ എന്തൊക്കെ പഠിച്ചു, അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പഠിച്ചു, സ്ട്രക്ചേർഡ് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പഠിച്ചു. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ റെഫർ ചെയ്യുക, നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ എന്താ പറയുക, മെസ്സേജ് ചെയ്യേ, ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുക. ഏത് വഴിക്കാണെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്, അപ്പോൾ കൂടുതൽ എന്താ പറയുക യൂസേജ് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ്സുകളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.